സംസ്ഥാനത്ത് വിവിധ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുക പകുതിയാക്കി അടയ്ക്കാനുള്ള സൗകര്യം ഈ വ്യാഴാഴ്ചയോടെ അവസാനിക്കും. 2024-ലും അതിനു മുൻപുമുള്ള ഗതാഗത നിയമലംഘനങ്ങളുടെ ചെലാനുകൾക്കാണ് ഈ പ്രത്യേക ആനുകൂല്യം ലഭിക്കുക. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കണക്കുകൾ പ്രകാരം 2025 ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന വ്യാപകമായി 1 കോടിയിലധികം വാഹനങ്ങളിലായി 932 കോടിയിലധികം രൂപയാണ് സർക്കാരിന് പിഴ ഇനത്തിൽ ലഭിക്കാനുള്ളത്. ഈ ഭീമമായ കുടിശ്ശിക കണക്കിലെടുത്താണ് പിഴത്തുകയിൽ 50% ഇളവ് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തീരുമാനിച്ചത്. ഉടമസ്ഥാവകാശം മാറ്റാതെയും പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പുതുക്കാതെയും നിരവധി പേർ വാഹനം ഓടിക്കുന്നതായി അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരേ വാഹനത്തിന് തന്നെ ഒന്നിലധികം പിഴകൾ ചുമത്തപ്പെട്ടിട്ടും അവയൊന്നും അടയ്ക്കാത്തവരുമുണ്ട്. ചില വാഹനങ്ങളുടെ പിഴത്തുക വലിയ സംഖ്യയായതോടെ കോടതികളുടെ പരിഗണനയിലുള്ള ചെലാനുകളുടെ എണ്ണവും സംസ്ഥാനത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി വാഹന ഉടമകൾ പിഴയൊടുക്കിയാൽ പോലീസിന് മാത്രം ഏകദേശം 250 കോടി രൂപ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബുധനാഴ്ച രാവിലെ 6 മണി വരെ വെറും 4 കോടി രൂപ മാത്രമാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. 2014 മുതൽ അമിത വേഗം കണ്ടെത്തുന്നതിനായി പോലീസ് സ്ഥാപിച്ച 100 ക്യാമറകളിൽ നിന്നായി മാത്രം 100 കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത. ഈ പിഴയിളവ് സംബന്ധിച്ച് ഒരു വാഹന ഉടമയ്ക്ക് വ്യക്തിപരമായോ മൊബൈൽ ഫോണിലൂടെയോ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. വാർത്താ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മാത്രമാണ് പലരും ഈ വിവരം അറിഞ്ഞത്. പിഴ അടയ്ക്കേണ്ട വിധം ഇങ്ങനെയാണ്. പിഴ അടയ്ക്കാനായി വാഹന ഉടമകൾക്ക് services.mvd.kerala.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. പോർട്ടലിൽ വാഹനത്തിന്റെ നമ്പർ, ചേസിസ് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ നൽകിയാൽ യഥാർത്ഥ പിഴത്തുകയും ഇളവ് ലഭിച്ച തുകയും സംബന്ധിച്ച പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമാകും. ഇത്തരത്തിൽ പിഴയടച്ച് വാഹന ഉടമകൾക്ക് തുടർ നിയമ നടപടികളിൽ നിന്നും ഒഴിവാകാം. എന്നാൽ നിലവിൽ കോടതികളുടെ പരിഗണനയിലുള്ള ചെലാനുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി അതാത് ജില്ലാ നോഡൽ ഓഫീസർമാരുമായി ബന്ധപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.